മീനെ തേടി നമ്മൾ പോകാറുണ്ട്. ഇതേ മീൻ നമ്മളെ തേടി വന്നേക്കണം. വലടിക്കണതിന് മുന്നേ തന്നെ ചാള വള്ളത്തിലേക്ക് ചാടി കയറിയാണ്. ഇത് നോക്കിയ ചാള കിടന്ന് പെയ്യണ പെയിലാണ്. എല്ലായിടത്തും നല്ല മഴയാണല്ലേ. ഇന്ന് നമ്മളൊരു അടിപൊളി ചാളവേട്ട കണ്ട പോണ്. നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അഴീക്കോട് നിന്ന് നമ്മുടെ ശ്രീകൃഷ്ണപ്രസാദം വള്ളത്തിലാണ് നമ്മളിന്ന് കടലിലേക്ക് പോണിട്ട. സമയം ഏകദേശം ഒരു 5:30 മണിയായി. വള്ളങ്ങൾ ഓരോന്നോരോന്നായി കെട്ടഴിച്ച് കടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെമ്മീനെ ലക്ഷ്യമാക്കിയാണ് ഞങ്ങളുടെ ഇന്നത്തെ യാത്ര. ചെമ്മീൻ മാത്രമല്ല, കണ്ണിലെന്താണോ കാണുന്നത് അതിന് നമ്മളിന്ന് കറക്കി അടിക്കും. അപ്പോൾ മഴക്കാർ ചെറിയ രീതിയിലുണ്ട്, പക്ഷേ മഴ അങ്ങോട്ട് പെയ്യണില്ല. ഇനി പോണ വഴിക്ക് മഴ കിട്ടുമെന്നും അറിയില്ല കേട്ടോ. പലർക്കും അറിയാൻ പറ്റും, പൊതുവെ വള്ളക്കാർക്ക് പണി ഇപ്പം നിലവിൽ മോശമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരുപാട് വള്ളങ്ങൾ കെട്ടിയിട്ടുണ്ട്. എല്ലാം ഇന്ന് പണിക്ക് പോകുമെന്ന് നമുക്കറിയില്ല കേട്ടോ. സ്രാങ്ക് വന്ന് വള്ളത്തിൻ്റെ എൻജിൻ സ്റ്റാർട്ട് ചെയ്ത് വഴികാട്ടിയായിട്ട് GPS-ഉം ആഴവും മീനെയും കാണിക്കാനായിട്ട് എക്കോ സൗണ്ടറും അങ്ങനെ ഫുൾ സെറ്റപ്പോടുകൂടി നമ്മുടെ യാത്ര കടലിലേക്ക് തിരിക്കേണ്ട. അഴീക്കോട് മുനമ്പം പാലം ഏകദേശം ഒരു 70% വർക്ക് കഴിയാറായിട്ടാണ്. ഈ പാലത്തിൻ്റെ അടിയിലൂടെയാണ് വള്ളങ്ങളെല്ലാം പോണത്. പാലത്തിൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ ആയിരിക്കുള്ളൂ. കാരണം എറണാകുളം ജില്ലയിൽ തന്നെ എനിക്ക് തോന്നുന്നു വേറൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇതുപോലെ പാലത്തുമ്മേന്ന് നോക്കിക്കഴിഞ്ഞാൽ കടൽ കാണാൻ പറ്റുന്ന ഒരു സ്ഥലമെന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കടൽ നല്ല അടിപൊളിയായിട്ട് കാണാം. മുനമ്പം അഴീക്കോട് ആ ഒരു അഴിയേറി ബോട്ടുകളൊക്കെ തന്നെ നമുക്ക് കാണാൻ പറ്റൂട്ടോ. മുനമ്പത്ത് ഹാർബറിൽ ബോട്ടുകൾ ചരക്കെല്ലാം വിറ്റ് ഓരോരോ കടവിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കേണ്ട. നമ്മുടെ ഈ വള്ളത്തിന് ഒരു കാരിയർ വള്ളവും കൂടി ഉണ്ട്. അത് പലർക്കും അറിയാൻ പറ്റും, കാരണം എല്ലാവരും വീഡിയോ കാണുന്നവരായിരിക്കുള്ളൂ. കാരിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ വള്ളം സിംഗിൾ ഡേ പണിക്കാണ് പോകുന്നത്. അതായത് മീനെ കണ്ടു കഴിഞ്ഞാൽ മീനെ കറക്കി ഇങ്ങനെ അടിക്കലാണ്. അങ്ങനെ ആ കറക്കി അടിക്കുമ്പോൾ കിട്ടുന്ന മീനെ നമ്മൾ അപ്പം തന്നെ കാരിയറിലേക്കാക്കി ആ വള്ളമാണ് നേരെ ഓടി കരയിൽ വന്ന് ഈ മീനുകളെ വിറ്റിട്ട് തിരിച്ച് കടലിലേക്ക് തന്നെ പോകണേട്ടാ. വലിയ വള്ളത്തിലും കള്ളികളുണ്ട്, പക്ഷേ വലിയ വള്ളത്തിലും നമ്മൾ മീനിട്ട് കരയിലേക്ക് വന്നു കഴിഞ്ഞാൽ ചിലവ് കൂടുതലായിരിക്കുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ കാരിയർ വള്ളങ്ങളായിട്ട് കടലിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ഒരു കാരിയർ വെള്ളം അല്ല ബോട്ടിൻ്റെ ഈ വള്ളത്തിൻ്റെ പുറകിലുണ്ടാവുന്നത്. ചില വള്ളങ്ങളുടെ പുറകിൽ 1, 2, 3 കാരിയർ വള്ളങ്ങൾ ഉണ്ടാവും ഇവിടെ. അപ്പോൾ അതേ ഓപ്പോസിറ്റ് ഒരു വള്ളം പോകുന്നുണ്ട്, അതിൻ്റെ ബാക്കിലേക്ക് 2 കാരിയർ വള്ളങ്ങളാണുള്ളത്. കണ്ട അഴി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കൂടി ഒരു മത്സരമായിട്ട് മീനെ കണ്ടടിക്കാനായിട്ടുള്ളത്. ഈ വള്ളത്തിലെ പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും മുന്നിൽ തന്നെ ഒരാളിരിക്കുന്നുണ്ടാവും. ആ വ്യക്തിനെ നമ്മൾ പറയണത് ആര്യക്കാരെന്നാണ്. ഫിഷിംഗ് ബോട്ടിൽ വലിയിട്ട് വല വലിച്ചുകൊണ്ടുതന്നെ സ്രാങ്കിൻ്റെ കഴിവാണെന്നുണ്ടെങ്കിൽ ഈ വള്ളത്തിനകത്ത് മീനെ കണ്ടുപിടിക്കുന്നത് ആര്യക്കാരൻ്റെ കഴിവാണ്. സ്രാങ്കിനും കഴിവില്ല എന്നല്ലട്ട പറയണത്. നിലവിൽ 2 പേര് വള്ളത്തിൻ്റെ അണിയത്തിരിക്കുന്നുണ്ട്. അവരുടെ നിർദ്ദേശപ്രകാരം ഒരിക്കലും മീനെ കാണാൻ നേരത്ത് സ്രാങ്ക് വള്ളം ഓടിച്ച് വലടിക്കാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഇതുപോലെ ഏറ്റവും കൊമ്പത്തിരുന്ന് പോകാനായിട്ട് അടിപൊളിയാണ്ടാവും. കുറച്ച് റഫ് ടൈമൊക്കെ ആണെങ്കിൽ പറയേ വേണ്ട, ഇങ്ങനെ ചാടി പോകട്ടെ. മീനെ കണ്ടും വലടിക്കുക. അതുപോലെ നമ്മുടെ എക്കോ സൗണ്ടറിൽ കാണിക്കും മീനെ. അതായത് മീനിൻ്റെ ഒരു കൂട്ടത്തിന് ഒരു ഗ്രാഫ് പോലെ എക്കോ സൗണ്ടറിൽ കാണിക്കാൻ നേരത്ത് അത് നോക്കിയും വലടിക്കണവരുണ്ട് കേട്ടോ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 30-35 പേരായിട്ട് ഈ വള്ളം കടലിലേക്ക് പോയി കഴിഞ്ഞാൽ മീനെ കണ്ട് വലടിച്ചാൽ മാത്രമേ നമുക്ക് പണി ഉണ്ടാവുള്ളൂ. ഇപ്പം മീനെ നമ്മൾ കണ്ടില്ല എന്നുണ്ടെങ്കിൽ പണിയില്ലാണ്ട് തിരിച്ച് കരയിലേക്ക് തന്നെ പോരേണ്ടി വരും. അങ്ങനെയും കുറേ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നല്ല വേഗത്തിലാണ് വള്ളം ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. ഗോപേഷേട്ടനൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. വള്ളത്തിലൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വലിയിടാനുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇപ്പം കുറച്ച് നേരം കിടക്കണമെങ്കിൽ കിടക്കുകയൊക്കെ ചെയ്യാട്ടോ. അപ്പോൾ ശരിക്കും ഇവിടെ റിങ്ങും അതുപോലെ വലപ്പണിയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം അടച്ച്, കാരണം മൂട്ടൊന്നും പാടില്ല. അതിൻ്റെ ഉള്ളിൽ കൂടെ ഈ മീൻ ഓടിക്കളയും. അങ്ങനെ വലയും റോപ്പും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് നേരം കിടക്കുക. അങ്ങനെ അപ്പുറത്തൊരു വള്ളം വലടിച്ചിട്ടുണ്ട്. അപ്പോൾ ആര്യക്കാരൻ ചേട്ടന്മാരിങ്ങനെ നോക്കി നിൽക്കുകയാണ്. മീൻ എന്താണെന്ന് ഇവർക്ക് നമുക്ക് മനസ്സിലായില്ലെങ്കിലും ഇവർക്ക് മനസ്സിലാവട്ടോ. വെള്ളത്തിൻ്റെ മുകളിൽ തന്നെ ഒരു വ്യത്യാസം കാണുമ്പോൾ കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ നോക്കി ചെറിയ ചാള മീനാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. പക്ഷേ കിട്ടിയത് ചാളയാണ്.
നേരെ ചാടിയിട്ട റോപ്പായിട്ട്. അപ്പോൾ റോപ്പായിട്ട് ചാടിയ ആൾ വെള്ളത്തിലുണ്ടാവും. നമ്മളിങ്ങനെ വെള്ളം ഇങ്ങനെ കറങ്ങി 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 ആ മീൻ അതിൻ്റെ ഉള്ളിലാക്കിയിട്ട് പുള്ളിക്കാരൻ ചാടിയപ്പോൾ ആ ഒരു റോപ്പ് നമ്മുടെ വള്ളത്തിലേക്ക് വാങ്ങും. അങ്ങനെ ഇതിൻ്റെ ആ ഒരു ചുറ്റും ആ ഒരു റൗണ്ടിൻ്റെ ഉള്ളിലായിരിക്കും ഈ മീൻ ഉണ്ടാവുന്നത്. പിന്നെ പയ്യെ പയ്യെ നമ്മുടെ മട പിടിച്ച് റിങ്ങെല്ലാം കയറ്റി വലനടിപ്പിച്ച് ഒരു സൂപ്പർ കാഴ്ചയാണ്. നമുക്കൊന്ന് കണ്ടേച്ചും വരവാ. വല കറക്കി അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ആളുകൾ ഇങ്ങനെ വെള്ളത്തിലേക്ക് പായണം. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീനാകെ രക്ഷപ്പെട്ടു പോകാനുള്ള വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വള്ളം കിടക്കണ ഒരു സ്ഥലം മാത്രമാണ്, അവിടെ വലി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആൾ പായുമ്പോൾ അവിടെയുള്ള മീൻ പേടിച്ച് തിരിച്ച് നേരെ ഉള്ളിലേക്ക് തന്നെ ഓടും. വീഞ്ചിയിൽ നിന്ന് റോപ്പ് കയറ്റുണ്ട്, അതുപോലെ ഓരോരോ റിങ്ങായിട്ട് ഇപ്പോൾ കയറി വരും. അങ്ങനെ റിങ്ങെല്ലാം കയറി വരുമ്പോഴേക്കും നമ്മുടെ വല ഏകദേശം മുകളിലേക്ക് എത്തും. പിന്നെ ഏലമിട്ട് ഈ വല വലിച്ച് കയറ്റലാണ്ട നമ്മുടെ മെയിനായിട്ടുള്ള പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല എനർജിയിൽ ഏലം വിളിച്ച് വേണം ഈ വല പിടിക്കാനായിട്ട്. വള്ളത്തിൽ 10-35 പേര് പോകണതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വല പിടിക്കൽ തന്നെ ഉണ്ട്. റോപ്പ് കയറണ നേരം കൊണ്ട് ചോറ് വെക്കാനുള്ള പരിപാടികൾ സെറ്റ് ചെയ്യണ്. ഇനിയിപ്പം മീൻ അന്വേഷിച്ച് ഇറങ്ങുമ്പോൾ ഉണ്ടല്ലോ നല്ല അടിപൊളി ചാള കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ വല പിടിച്ചെല്ലാം കഴിയുമ്പോഴേക്കും ഭക്ഷണം റെഡിയാക്കി സെറ്റ് ചെയ്യാനായിട്ടുള്ള പരിപാടിയാണ്. ചോറും നല്ല ചാളക്കറി അരികളും നമുക്കിന്ന് കഴിക്കാനായിട്ട്. അങ്ങനെ വല പിടിക്കൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അരിയെല്ലാം കഴുകി നന്നായിട്ട് വൃത്തിയാക്കി വലിയൊരു അടുപ്പുണ്ട്, അതുപോലെ തന്നെ നല്ല വലിയൊരു കലമൊക്കെ ഉണ്ട്. ആ കലത്തിലാണ് നമ്മൾ ഇത്രയും പേർക്ക് ഭക്ഷണം റെഡിയാക്കണേട്ടാ. ഓ ബെല്ല ഓ ബലമാല കേരട്ടങ്ങടി കേരട്ടങ്ങടി ഈ പാടുന്ന ഈ ഏലൂല്, അതായത് ഏലൂടെ ആ ഒരു പാട്ടുണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വന്ന ചില ആളുകൾ അല്ലെങ്കിൽ ചില വ്യക്തികൾ മൈൻഡിൽ വന്ന ചില കാര്യങ്ങളൊക്കെയാണ് അവരൊരു പാട്ട് രൂപത്തിലേക്കാക്കി നമ്മുടെ എല്ലാവരെയും പുളകരഹിതരാക്കിയിട്ട് ഈ വല പിടിക്കാനായിട്ട് സഹായിക്കാനുള്ള രീതിയിൽ പാട്ടാക്കി മാറ്റുന്നുണ്ട്. അപ്പോൾ സ്രാങ്കും അതുപോലെ പണിക്കാരും ആര്യക്കാരും എല്ലാവരും വല പിടിച്ച് കയറ്റിക്കൊണ്ടിരിക്കേണ്ട മീൻ കണ്ട് വലടിച്ച് വല പിടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇവിടം വരെ നോക്കാൻ നേരത്തെ എല്ലാ കാര്യങ്ങളും സെറ്റ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ വല കയറി വരുമ്പോൾ കംപ്ലീറ്റ് മീൻ ഉണ്ടാവും, മീനൊന്നും പോവില്ല എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ തെറ്റി. ഇതിൻ്റെ ഇടയിൽ വേറൊരാളുണ്ട്, അതായത് നമ്മുടെ സാക്ഷാൽ കടൽപ്പന്നി, ഹംപാക്ക് ഡോൾഫിൻ, അതുപോലെ സീ പോർപോയ്സ് എന്നൊക്കെ പറയും. നമ്മുടെ ബീച്ച് സൈഡിലൊക്കെ ഇഷ്ടം പോലെ ഇങ്ങനെ മറിയണത് നമുക്ക് കാണാൻ പറ്റാറുണ്ട്. പലരും ചിന്തിക്കുന്ന ഡോൾഫിനാണെന്നാണ്. ഡോൾഫിനല്ലട്ടോ. പക്ഷേ അപ്പോൾ ഇവൻ്റെ പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മീൻ കൂട്ടം കാണാൻ നേരത്തെ അതിനെ കഴിക്കാനായിട്ട് വരുമ്പോൾ ഈ വല കടിച്ച് കീറി കളയുന്ന ഒരു പരിപാടി ഉണ്ട്. അപ്പോൾ ഈ ഉള്ളിൽ കിടക്കണ മീനാണെന്നുണ്ടെങ്കിൽ ഏത് വഴി ഓടി രക്ഷപ്പെടുമെന്ന് അറിയാണ്ട് പരാക്രമം പിടിച്ചടക്കിയിരിക്കുള്ളൂ. അപ്പോൾ ഈ ഹോള് കാണാൻ നേരത്ത് അതിൽ കൂടെ അങ്ങോട്ട് വിട്ട് കളയും. അതുകൊണ്ട് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല മീൻ വല മൊത്തത്തിൽ അടുക്കാണ്ട് മീൻ ഉള്ളിൽ തന്നെ ഉണ്ടെന്നുള്ളത്. അങ്ങനെ ഈ ചേട്ടന്മാർ ഈ വല ഇങ്ങനെ പയ്യെ പയ്യെ പൊക്കി കൊടുക്കുന്നുണ്ടാ ക്യാരിയർ വെള്ളത്തിലുള്ള. അങ്ങനെ പൊക്കി കൊടുക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ സിമ്പിളായിട്ട് വല വലിച്ച് കയറ്റാൻ പറ്റുള്ളൂ. അങ്ങനെ ഏകദേശം ഒരു 90% വല നമ്മുടെ വള്ളത്തിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നേരെ മാല് വെച്ച് കോരി നമ്മുടെ ക്യാരിയർ വെള്ളത്തിലേക്ക് കയറ്റിയിട്ട് ക്യാരിയർ വെള്ളം നേരെ കരയിലേക്ക് പോയി മീൻ കൊട. ചാള കിടന്ന് പെടക്കലൊക്കെ ഇപ്പം മത്തിക്ക് നല്ല റേറ്റ് ആണ്. അപ്പം മാലാണ് ഈ കാണുന്നത്. മാലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ബോൾസ് പോലെ ഇരിക്കുന്ന സംഭവമാണ്. ഇത് വെച്ച് നമ്മുടെ വലയിൽ ഇങ്ങനെ കോരി എടുക്കുമ്പോൾ ആ മീൻ മൊത്തം അതിൻ്റെ ഉള്ളിൽ ഉണ്ടാകും. പിന്നെ അത് ഈ റോപ്പ് നേരെ വീഞ്ചിലേക്ക് കുടുക്കിയിട്ട് വീഞ്ചിയിൽ നിന്ന് ഇങ്ങനെ പൊക്കി പയ്യെ അതിനിങ്ങനെ വള്ളത്തിലേക്ക് ഇങ്ങനെ ചരിച്ചിടോട്ടെ. ആ ഒരു ടെക്നിക്ക് നിങ്ങൾ കണ്ടോ തേന.
മത്തിക്കൂട്ടത്തിൻ്റെ ഇടയിൽ ചെറിയ ചെമ്പാനും അതുപോലെ അയിലേക്കുണ്ട്. അതിങ്ങനെ മാറ്റി വേറെ കള്ളിയിലേക്ക് ഇടണം കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 4-5 മാലിക്ക് നമുക്ക് ഈ ചാള കിട്ടിയിരുന്നു. മൊത്തത്തിൽ അങ്ങോട്ടും മറിച്ച് ഇനി നേരെ ഈ കാരിയർ വെള്ളം കരക്കോടി പോവും. നമുക്ക് കറിക്കുള്ള നല്ല പെടക്കണ മത്തിയാണ്ടത് ഈ ബക്കറ്റിലെടുത്ത് തന്നെ. കാരിയർ പോയി മീൻ വിറ്റെല്ലാം വരുമ്പോഴേക്കും നമ്മളിവിടെ വലയെല്ലാം സെറ്റ് ചെയ്ത് വലക്കൊടക്കൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം റെഡിയാക്കി പിന്നെ മീൻ കറി വെക്കാനുള്ള പരിപാടിയെല്ലാം ഇവിടെ സെറ്റ് ചെയ്യാനായിട്ട് തുടങ്ങേണ്ട. ഇനിയിപ്പോൾ ഇതിൻ്റെ ഇടയിൽ മീൻ കണ്ടു കഴിഞ്ഞാൽ നമ്മ അടിക്കും വലടിക്കും. അപ്പോൾ അതെ നല്ല പെടക്കണ മത്തിനെ കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ വള്ളത്തിൽ തന്നെ വന്നോട്ടാ. അല്ലാതെ ഹോട്ടലിൽ പോയി കഴിഞ്ഞാലും ഇത്ര രുചിയുള്ളതൊന്നും കിട്ടില്ല. 495 HP പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ബെയ്ച്ചായുടെ എഞ്ചിനാണ് നമ്മുടെ ഈ വള്ളത്തിലിരിക്കണം. ഇന്ന് 495 മാത്രമല്ല, അതി വലിയ എഞ്ചിനുകളൊക്കെയാണ് വള്ളത്തിൽ യൂസ് ചെയ്യണത്. കാരണം എത്രയും വേഗത്തിൽ പോയി മീനെ വളക്കാൻ പറ്റുമോ, ആ വളക്കലല്ല കേട്ടോ, വളച്ച് വലയുടെ ഉള്ളിലാക്കാൻ പറ്റുമോ അത്രയും വേഗത്തിൽ ഓടാൻ വേണ്ടിയിട്ടാണ്. കൊല്ലം ആ സൈഡിലൊക്കെയാണ് HP കൂടിയ എഞ്ചിനുകളുള്ളത്. അടുത്ത വല അടിക്കണതിന് മുന്നേ വല സെറ്റ് ചെയ്യണേണ്ടി കാണുന്ന മുൻഭാഗത്ത് നമ്മൾ വലിച്ചു കയറ്റിയ വലയെല്ലാം നേരെ കടലിലേക്ക് ഇതുപോലെ ഇറക്കിയിട്ട് വീണ്ടും നമ്മൾ വലിച്ച് അടുത്ത വല അടിക്കാനുള്ള രീതിയിൽ സെറ്റ് ചെയ്ത് സൂപ്പറാക്കി നമ്മൾ വെക്കേണ്ടി കാണുന്നത്. മഴയാണെങ്കിലും വെയിലാണെങ്കിലും കാരിയറിലുള്ള ചേട്ടന്മാർക്ക് ഇത് രണ്ട് കോട്ട വലിയ വെള്ളത്തിൽ അങ്ങനെ വലുതായിട്ട് കേൾക്കില്ല. അപ്പോൾ അതെ കിച്ചണാണ്ട് ഈ കാണുന്നത്. കിച്ചണിൽ വലിയൊരു പാത്രത്തിലാണ് ഇതേ ചോറ് വെക്കണേ കേട്ടോ. കണ്ട 10-35 പേർക്ക് കഴിക്കാനുള്ളതിൻ്റെ പേരിലാണ്ട് ഇത്രയും വലിയ പാത്രത്തിൽ വെക്കണത്. അതുപോലെ റിങ്ങും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എപ്പോഴാണ് മീൻ കിട്ടിയെന്ന് അറിയണം, അല്ലെങ്കിൽ മീനെ കണ്ടെന്ന് പറയണം, അപ്പം നമ്മൾ നേരെ വിടേണ്ട. അതുപോലെ എപ്പോഴും വലടിക്കാൻ നേരത്ത് വല കയറി വന്നു കഴിഞ്ഞാലും ഇതുപോലത്തെ ചെറിയ ചെറിയ ഊട്ടകൾ ഉണ്ടാവും. അതെല്ലാം പട്ടപ്പട്ടയെന്നും പറഞ്ഞ് തുന്നി തീർക്കാനായിട്ട് ഇതുപോലെ പ്രൊഫഷണൽ ആയിട്ടുള്ള ചേട്ടന്മാരും ഉണ്ടാവട്ടെ. മീനെ തേടിയുള്ള യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അടിക്കാൻ പോണ വലേന എന്താണ്ട മീൻ പൊതച്ച് പറക്കണത് നിങ്ങൾ കാണാൻ പോണ. എല്ലാം റെഡിയാക്കി വീണ്ടും പഴയ പോലെ സെറ്റ് ചെയ്ത് പരിപാടി. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വലിയ കഴിഞ്ഞിട്ടേ നമുക്കതിനകത്ത് ഈ ഞണ്ട് കിട്ടിയിരുന്നു, പുഴഞ്ഞണ്ട്. അപ്പോൾ ഈ പുഴഞ്ഞണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കിട്ടാറുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ്. കടൽ ഞണ്ടിൻ്റെ ടേസ്റ്റ് എനിക്ക് ഇതാണ്ട. പേഴ്സണലി എൻ്റെ അഭിപ്രായമാണ്. മീനെ തേടി ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴി മീൻ ചാടി ഞങ്ങളുടെ വള്ളത്തിലേക്ക് കയറിക്കണം. അന്ന് 2 ചാള ചാടി നമ്മുടെ വള്ളത്തിലേക്ക് കയറിയാണ്. നോക്കിയപ്പോൾ ചാള കിടന്ന് പെടച്ചോണ്ടിരിക്കണം. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ അപ്പം തന്നെ ചേട്ടൻ ചാടിയട വള്ളോട്ട് കറക്കിക്കൊണ്ടിരിക്കണം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും മീൻ കിടന്നിങ്ങനെ പെയ്യണത്. കണ്ട ഇത് നോക്കിയാൽ ചാള കിടന്ന് പെയ്യണ കാഴ്ച നോക്കി. ഇനി ഞാൻ പറയണമെന്നില്ല, നിങ്ങൾ കണ്ടാൽ മതിയായിട്ട് ഈ ഒരു കാഴ്ച എന്താണെന്നുള്ളത്.
നോക്കിയ ചാള കിടന്ന് ചാടിക്കളിക്കണ കാഴ്ച കണ്ട. മീൻ കയറിയിട്ട് നമ്മുടെ ചേട്ടന്മാരുടെ ആവേശം നോക്കി. ആ ഒരു പണിയെടുക്കണതിനുള്ള ചുറുചുറുക്കുണ്ട. എൻ്റെ പൊന്നു രക്ഷയിലിട്ട് ഈ ഒരു കാഴ്ച കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു നേരിട്ട്. ഇപ്പം നേരിട്ട് കാണാൻ പറ്റാത്ത നമ്മുടെ കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ വീഡിയോയിലൂടെയെങ്കിലും കാണാൻ പറ്റില്ല. കണ്ട മീൻ കിടന്ന് പുതക്കണം നോക്കി. സത്യത്തിൽ ഇത് അത്ര വലിയ മീൻ കൂട്ടമൊന്നും പറയാൻ പറ്റിയില്ലെങ്കിലും നമ്മളെ സംബന്ധിച്ച് ഇപ്പം പണി മോശമായിരിക്കുന്ന സമയത്ത് ഇത് അത്യാവശ്യം വിലക്ക് പോകുന്ന ഒരു മീനാണ്ട്. ഇപ്പം ഈ നിലവിൽ ചാളയുടെ വില അത്യാവശ്യം ഹൈ ആണ്. അപ്പം അതുകൊണ്ട് ഇപ്പം നമുക്ക് കിട്ടിയേക്കണ് ചെറിയൊരു ബമ്പറെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാട്ടോ. ആളുകൾ പായാനായിട്ട് വെള്ളത്തിലിറങ്ങാൻ നേരത്ത് ചെവിടുള്ളിൽ കൂടെയൊക്കെയാണ് മീൻ പോണത്. ഇത് നോക്കിയേ, നീന്തി പൊന്തിൻ്റെ മുകളിൽ കൂടെ പോകുമ്പോഴും അവിടെ ഇവിടെ മേത്തൊക്കെ തട്ടി പൊന്തി തന്നെ ഇഷ്ടം പോലെ മീൻ ചാടി ചാടി ഇങ്ങനെ വീണ് കിടക്കണ്ട. ചെറിയ ചാളയെന്ന് പറയാൻ പറ്റില്ല, ഒരു മീഡിയം അല്ല, അതിൽ കുറച്ചും കൂടി വലുതാണ്. അത്യാവശ്യം നല്ല വലിയ ചാള തന്നെയാണ് നമുക്ക് കിട്ടിയാണ്ടാ. ഇത് നോക്കി അടിപൊളി. ഇത് കണ്ട കിടന്ന് ചാടണ ചാടലോക്കി. ആദ്യം നമ്മൾ വലടിച്ചപ്പോൾ കണ്ട സെയിം പരിപാടി തന്നെ. റോപ്പ് കയറി, അതിനുശേഷം റിങ്ങെല്ലാം കയറ്റി, അതിനുശേഷം വല അടുത്ത് വരുമ്പോഴേക്കും വല വലിച്ച് നമ്മുടെ ബോട്ടിലേക്ക് ഇങ്ങനെ അടുപ്പിച്ച് കഴിഞ്ഞിട്ടാണ് ഇനി ബാക്കിയുള്ള ഈ ഒരു കാഴ്ച കാണാൻ പോകുന്നത്. ചാളച്ചാട്ടം ഇപ്പോഴും നിന്നിട്ടില്ല കേട്ടോ. നല്ല രീതിയിൽ വല ഇറങ്ങിപ്പോയിട്ടുണ്ട്. മീനിൻ്റെ ലഭ്യതയും അതുപോലെ മീൻകൂട്ടത്തിൻ്റെ ആ ഒരു വലിപ്പോലാം കാണാൻ നേരത്ത് ആര്യക്കാരൻ ചേട്ടന് മനസ്സിലായി കഴിയുമ്പോഴാണ് അതനുസരിച്ച് നമ്മൾ വല ഇറക്കി വിടുന്നത്. ഇതെനിക്ക് തോന്നുന്നു അത്യാവശ്യം വലിയൊരു കൂട്ടം കൊണ്ടാണ് നമ്മൾ വലയുള്ളിലാക്കിയേക്കണത്. വല ഏകദേശം എടുക്കാറാകുമ്പോഴേക്കും ചാള പുതക്കാൻ തുടങ്ങും. പുതക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ പറ്റാണ്ട് ഇതുപോലെ വല ഇങ്ങനെ പൊക്കി 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 ഇങ്ങനെ കൊണ്ടുവരും. ഇതിപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ, ശരിക്കും ഇങ്ങനെ പൊന്തി ഇങ്ങനെ നിൽക്കും വല ഇങ്ങനെ. അപ്പോൾ അത് നമുക്ക് കിട്ടില്ലെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. വല അടുപ്പിച്ച് കഴിയുമ്പോൾ നമുക്കത് ഏകദേശം കാണാൻ പറ്റുള്ളൂ. അതുപോലെ മാലിൽ ഇത് കോരിയെടുക്കണ ഒരു കാഴ്ച തന്നെ ആയിരിക്കും ഉള്ളത്. ഇപ്പോഴും നമ്മൾ കറി വെച്ചിട്ടില്ല കേട്ടോ, ചോറ് മാത്രമാണ് വെച്ചേക്കണത്. ഇനിയിപ്പോൾ വല അടിച്ച് വല എടുത്തു കഴിഞ്ഞിട്ടേ നമുക്ക് കറി വെക്കുള്ളൂ. കാരണം ചില സമയങ്ങളിൽ ഇങ്ങനെയാണ്, ചില സമയങ്ങളിൽ ഫുഡൊക്കെ സ്കിപ്പ് ചെയ്യാറുണ്ട്. പണി ഉണ്ടാകുന്നുണ്ടെങ്കിൽ പണി കഴിഞ്ഞിട്ടേ ഭക്ഷണം ഉള്ളൂ കേട്ടോ. റിങ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് അതിനുശേഷം ഗ്യാലൗസ് ഇതുപോലെ വലിച്ച് ചെറുതായിട്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് നിർത്തോട്ടെ. അങ്ങനെ വല പിടിക്കാനുള്ള പരിപാടി നമ്മളെ സ്റ്റാർട്ട് ചെയ്യാൻ പോയിണ്. അത് നല്ല ഏലം എല്ലാം ഇട്ടാണ്ട് നമ്മൾ വല പിടിക്കാൻ പോണ്. ഇപ്പോഴും ആ ഒരു എനർജി കണ്ടോട്ടെ. ഏലം വിളിച്ചുള്ള നമ്മുടെ വല പിടുത്തം നിങ്ങൾ കണ്ടോട്ടെ. ഈ വല ഇങ്ങനെ വെള്ളത്തിൽ റൗണ്ടിൽ ഇങ്ങനെ അടിച്ചു കഴിയുമ്പോൾ ഇതെങ്ങനെയാണ് താഴണേന്ന് നിങ്ങൾക്കറിയോ? ഇതിൻ്റെ ഇടയിൽ വെയിറ്റ് ഉണ്ട് കേട്ടോ. വെയിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ലെഡുകളുണ്ട്. അപ്പോൾ ഈ ലെഡിൻ്റെ വെയിറ്റ് കൊണ്ടാണ് ഈ വല നേരെ അടിയിലേക്ക് പോയിട്ട് ഗ്രൗണ്ടിൽ മുട്ടും. ഗ്രൗണ്ടിൽ മുട്ടിക്കഴിയുമ്പോൾ പിന്നെ ഈ മീനുകൾക്ക് എങ്ങോട്ടും ഓടി പോകാൻ പറ്റില്ല. ആകെ പോകാൻ പറ്റുന്ന സ്ഥലം നമ്മുടെ വള്ളം നിൽക്കണ ആ ഒരു വഴി മാത്രമേ ഓപ്പൺ ആയിട്ടുണ്ടാവുള്ളൂ. അതുകൊണ്ട് അവിടെ ഇടയ്ക്ക് ഇങ്ങനെ ആളുകൾ പാഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ പയ്യെ റോപ്പും റിങ്ങും കാര്യങ്ങളെല്ലാം വലിച്ച് നമ്മുടെ വലനെ വള്ളത്തിൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചാണ് പൊക്കിയെടുക്കണേ കേട്ടോ. തളർന്നു പോയ നമ്മുടെ പണി അവസാനിച്ച് തളരരുത്. മോമുക്കാളെ കട്ടപ്പോക ആണ പൊന്ന് ഏലം പൊന്ന് ഏലയാമ്പ പൊന്ന് കേറി വരട്ടെ ഞങ്ങൾക്കൊക്കെ. ആദ്യം വല വലിച്ച് കയറ്റാനായിട്ട് ചെറിയൊരു എനർജി കുറവ് പോലെ തോന്നിയില്ല എല്ലാവർക്കും. പാട്ടിനൊക്കെ ഒരു ചെറിയൊരു എനർജി കുറവ് പോലെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം അങ്ങനെയല്ല കേട്ടോ. നല്ല പവറിൽ നല്ല എനർജിയിലാണ് എല്ലാവരും നിന്ന് വല വലിച്ച് കയറ്റുന്നത്. വല അടുത്തടുത്ത് വരുന്നതിൻ്റെ ഒപ്പം തന്നെ വലയിന്ന് ഓരോരോ മീനെ റാഞ്ചിക്കൊണ്ടു പോകാനായിട്ട് ഇഷ്ടം പോലെ പരുന്തുകൾ നമ്മുടെ ചുറ്റിനും വന്നിട്ടുണ്ട് കേട്ടോ. വള്ളത്തിൽ വല എടുക്കാറാകുമ്പോഴും ചെമ്മീൻ ബോട്ടിലൊക്കെ ചരക്ക് തിരിയണ സമയത്ത് ഇതുപോലെ കടൽക്കാകയും പരുന്തൊക്കെ ഇഷ്ടം പോലെ വരോട്ടാ. ചെറുമീനെ തിന്നാനും വീൽ ഹൗസിൻ്റെ ഉള്ളിലുള്ള പോലെ തന്നെ ഫ്രണ്ടിലും അണിയത്ത് നമ്മുടെ ആര്യക്കാരന് കാണാൻ വേണ്ടിയിട്ട് മെക്കോ സൗണ്ടറും GPS വയർലെസ് ഒക്കെ ഉണ്ടാവട്ടെ. അതുമേലെ അവർ പോണില്ലെന്നുള്ളതില്ല.
ആദ്യം പോയ ക്യാരിയർ വെള്ളത്തെ മീനെല്ലാം വിറ്റ് എത്തിയിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വല അടിപ്പിച്ചിട്ട് അതിൽ നിന്ന് മാല് വെച്ച് മീനൊക്കെ ഓരിയെടുക്കുന്ന ഒരു കാഴ്ചയാണ്. കഴിഞ്ഞ തവണ നമുക്ക് കിട്ടിയാലും ഇഷ്ടം പോലെ മീനുണ്ട് ഈ വലേനകത്ത്. അപ്പം ഇത് കോരിയിടുമ്പോൾ എത്ര കള്ളി വരുമെന്ന് നമുക്ക് നോക്കാട്ടോ. മഴ പെയ്യണൊച്ചല്ലട്ടോ, അത് മീൻ കിടന്ന് പിടക്കുമ്പോൾ ആ ഒരു വെള്ളത്തിൻ്റെ ഒച്ചയാണ് കേൾക്കണത്. ഇപ്പം തന്നെ മീൻ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ചാടാനായിട്ട് തുടങ്ങിയിട്ടാ. ഇത് നോക്കിയേ, പെയ്യണുണ്ടോ മീൻ കിടന്ന് പെയ്യണമെങ്കിൽ. ആ കറുത്ത കളറിലുള്ളിൽ വലയുടെ ഉള്ളിൽ നിറച്ചും മത്തിയാണ്ട് ഈ കാണുന്നത്. മത്തിയുടെ കൂടെ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്ന ഇനി അറിയില്ല. ഇതിൻ്റെ ഇടയിലൊക്കെ ചൊറി കയറി കഴിഞ്ഞാൽ നമുക്ക് പണിയാണ്. കാരണം മീൻ പൊക്കാൻ പോലും പറ്റില്ല, അത്രയ്ക്ക് പണിയാണ്ട. ഇഷ്ടം പോലെ ചൊറി കയറുന്ന ഒരു ടൈമുണ്ട്. അപ്പോൾ ചില സമയങ്ങളിലൊക്കെ അങ്ങനെയൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്കിതേ മത്തി മാത്രമേ ഉള്ളൂ. നോക്കി കിടന്ന് പിടച്ചോടിക്കളിക്കുന്ന ഈ കുട്ടന്മാർ. എടാ കൂടുതലാണ്ടാ ചന്തോയ്. ഇവിടെ നെഞ്ചിടില്ല. ആല് കളിക്ക് ചവിട്ടി കഴിഞ്ഞ് എടുക്കടാ. ആല് കളിക്ക് ചന്തു, ആല് കളിക്ക്
അങ്ങനെ കാരിയറിന്റെ കള്ളി ഏകദേശം നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി വന്ന മീനുകൾ നമ്മൾ നേരെ നമ്മുടെ വള്ളത്തിലേക്ക് കണ്ട കയറ്റാൻ പോണത്. ഇതിപ്പോൾ നേരെ കരക്കോടി പോവും, അതിൻ്റെ പുറകെ നമ്മുടെ വള്ളവും കരക്കോവും. കാരണം ഇന്നിപ്പോൾ പണി നല്ല രീതിയിലുള്ള പണി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ചെറിയൊരു ബമ്പർ പണി എന്ന് വേണമെങ്കിൽ പറയാട്ടെ. കാരണം ഇത്രയും മത്തിയുണ്ട്. ഇത്രയും മത്തി എന്ന് പറയുമ്പോൾ മത്തിക്ക് 200-250 പല സ്ഥലങ്ങളിലും റേറ്റ് വേണം. അപ്പോൾ മത്തിക്ക് വിലയുള്ള ടൈമാണ്. അതുകൊണ്ട് കുഴപ്പമില്ലാത്ത തരക്കേടില്ലാത്തൊരു പണി ഉണ്ടെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കരയെ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാലേ നമുക്ക് അതിനെപ്പറ്റി അറിയാൻ പറ്റുള്ളൂ. മീനിൻ്റെ വില കറക്റ്റ് എന്താണെന്നൊക്കെ ഉള്ളത് കരയിൽ ചെന്നാൽ അറിയാൻ പറ്റുള്ളൂ. ഫിഷിംഗ് ബോട്ടിൽ പണ്ട് നമ്മുടെ ഈ കോടൻ്റ് കയറ്റാനായിട്ട്, അതായത് ചരക്ക് കയറ്റാനായിട്ട് ഉപയോഗിച്ചിരുന്ന മാസ്റ്ററും ഡെറിക്കുന്നാണ്ട് പറയുന്നത്. ഇപ്പം അത് പേര് കുറച്ച് ആധുനികപ്പെട്ടും ഈ സുനാമി എന്നൊക്കെ ആക്കിയിട്ടുണ്ട്. മാസ്റ്റർ ഇപ്പോഴും അതുപോലെ ഉണ്ട്. അതുപോലെ തന്നെ വള്ളത്തിലുള്ള ഒരു സംഭവം ഈ കാണുന്നത് മാസ്റ്ററും ഡെറിക്കുന്നാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ ഇതിനകത്താണ് നമ്മുടെ ഈ ചരക്ക് ഇങ്ങനെ പൊന്തി വന്നിട്ട് നമ്മുടെ വള്ളത്തിലേക്ക് പൊട്ടിച്ചിരുന്നത്. വള്ളത്തിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ക്യാരിയറിൽ നമുക്ക് ഓവറായിട്ട് മീൻ കിട്ടിക്കഴിയുമ്പോൾ ക്യാരിയർ നിറഞ്ഞു കഴിയുമ്പോൾ ബാക്കി വന്ന മീൻ ഇതുപോലെ വലിയ വള്ളത്തിലേക്ക് പൊട്ടിച്ചിടും. വലിയ വള്ളത്തിൽ 4 സ്ലോട്ട് ഉണ്ടാവും. ഈ 4 സ്ലോട്ടിലേക്ക് നമ്മൾ മീൻ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് ഇങ്ങനെ പരത്തിയിടോട്ടെ. അപ്പോൾ ഇതിൻ്റെ ഇടയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചില മീനുകളുണ്ടാവും, അതിനെയൊക്കെ തിരിഞ്ഞ് മാറ്റി നമുക്ക് കളയണം. ചിലപ്പോൾ ചൊറി ഉണ്ടാവും, അതിനെയൊക്കെ തിരിഞ്ഞിരിഞ്ഞ് മാറ്റണമൊക്കെ ഉണ്ടാവും. ഇതുപോലെ ചെമ്പാനും അതുപോലെ ഈ ചെറിയ പൊടിമീൻ കൊഴുവ അതുപോലെ അയിലക്കുഞ്ഞ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവും, അതിനെയൊക്കെ മാറ്റണോട്ടെ. പിന്നെ ഇനി ഓവറായിട്ട് ഇതിലും നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറെ വള്ളക്കാരെ വിളിച്ച് അവർക്ക് കൊടുക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ചില സമയങ്ങളിലൊക്കെ കെട്ടഴിച്ച് കടലിലേക്ക് തന്നെ കളയോട്ടെ. അപ്പോൾ അതെ ഓരോരോ മാല് കയറി തന്നെ ഉണ്ട്. അങ്ങനത്തെ അവസാനത്തെ മാല് നമ്മുടെ വള്ളത്തിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് കാണാം. വള്ളത്തിൽ ഒരു കള്ളി നിറഞ്ഞിട്ടാ ഇനി ഇതേ രണ്ടാമത്തെ കള്ളിയിലേക്കാണ് ഈ പൊട്ടിച്ചിരുന്നത്. ഇത് ലാസ്റ്റ് മാലാണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നമ്മൾ കരക്കോടി പോവേണ്ട ചെയ്യുന്നത്. നമ്മുടെ കൂട്ടത്തിൽ ചാടി വന്നിരുന്ന മറ്റുള്ള വള്ളങ്ങൾ എവിടെയെന്ന് അറിയില്ല, കുറച്ച് വള്ളങ്ങൾ തൊട്ടടുത്തൊക്കെ ആയിട്ട് വല വീശിയിരുന്നിട്ടാ. അപ്പോൾ നോക്കി നല്ല പെടക്കണ ചാള കിടന്ന് പെടപെടാന്നും പറഞ്ഞ് ഇങ്ങനെ പെടച്ചുകൊണ്ടിരിക്കുകയാണ്. 2 ക്യാരിയർ വെള്ളം ഉണ്ടായിരുന്നല്ല, അതിലൊരെണ്ണം നേരെ കരയിലേക്ക് പോകേണ്ട മീനായിട്ട് മറ്റൊരുത്തനെ നമ്മ വലിച്ചുകൊണ്ട് പോകട്ടെ. അപ്പോൾ പണിയെല്ലാം കഴിഞ്ഞിട്ട് ചേട്ടന്മാരിവിടെ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരെ കരയിലേക്ക് വിടുകയാണ്. ഇനി അങ്ങോട്ട് ചെന്നിട്ട് മീനിറക്കണ കാഴ്ചകളൊക്കെ കാണട്ടെ. അപ്പോൾ ഈ പെടപെടക്കണ മത്തി വെച്ചിട്ട് ഒരു നല്ല കറി വെക്കാതിരിക്കണ മോശമല്ലേ. ചോറെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല അടിപൊളി ഒരു കറിയും കൂടി അങ്ങോട്ട് വെച്ചാലേ. ബാ ആവോലിയുടെ നോക്കി 1-2 കിട്ടിയാൽ കിട്ടി. ആവോലിയൊക്കെ തിന്ന കാലം മറന്ന്. നെയ്മീൻ ചില സമയങ്ങളിൽ അറക്കയും നെയ്മീനൊക്കെ കിട്ടാറുണ്ട്, പക്ഷെ ആവോലിയൊക്കെ അങ്ങനെ ഇങ്ങനെയൊന്നും കിട്ടാറില്ല കേട്ടോ. ഇനിയിപ്പോൾ ആ സീസൺ ആവാൻ നേരത്ത് മാച്ചാമ്പണിയൊക്കെ വരാനായിട്ടുള്ള സാധ്യത ഉണ്ട്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യട്ടെ. പൊന്തെല്ലാം എടുത്ത് വള്ളത്തിൻ്റെ ഉള്ളിൽ കയറ്റി വെച്ചിട്ടുണ്ട്. പറപ്പിക്കേണ്ട വെള്ളമുണ്ട്, പറപ്പിക്കുകയാണ്. ചെറിയൊരു ആയിപ്പുള്ളതിൻ്റെ വലിയ ഇങ്ങനെ ആടിയാണ്ട പോകുന്നത്. 5:45 പണിക്കൊന്ന്. സമയം ഇപ്പോൾ 9:30 മണി കേട്ടോ. 9:30 ആയപ്പോഴേക്കും പണിയും കഴിഞ്ഞ് വീട്ടിൽ പോകുന്നത്.
ചില സമയങ്ങളിൽ ഇങ്ങനെയാണ്, മീൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് പരിപാടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകട്ടെ. അതേസമയം കിട്ടിയില്ലെന്നുണ്ടെങ്കിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി കിടന്ന് മലയേണ്ടവന്. അപ്പോൾ ഒരാൾ വിശന്നിട്ട് ചോറും കഞ്ഞി രൂപത്തിൽ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചോറല്ല, കഞ്ഞിയായിട്ട് കുടിച്ചുകൊണ്ടിരിക്കേണ്ട. നമ്മൾ എന്തായാലും മീൻ കറി കൂട്ടി ഒരു പിടി പിടിക്കണുള്ളൂ, അതിപ്പോൾ എത്ര വിശന്നെങ്കിലും. കറിക്ക് വേണ്ടിയിട്ടുള്ള മീനും അതുപോലെ തന്നെ സവാള, തക്കാളി, പച്ചമുളക് ഇതെല്ലാം അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വള്ളത്തിലെ മീൻ കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. കുറച്ച് എരിവ് കൂടുതലായിരിക്കുള്ളൂ വള്ളത്തിൽ കറി വെക്കാൻ നേരത്ത്. മൊനമ്പം വഴി കയറിക്കൊണ്ടിരിക്കുകയാണ്. മൊനമ്പത്തുനിന്ന് അടുത്ത് തന്നെയാണ് നമുക്ക് ഈ ഒരു മീൻ കിട്ടിയത്. അതിൻ്റെ പേരിൽ അധികം ഓടേണ്ടൊന്നും വന്നില്ല. അങ്ങനെ മൊനമ്പം വഴി കയറിക്കൊണ്ടിരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ 2 ബോട്ട് കടലിലേക്ക് പോകുന്ന ഒരു കാഴ്ചയുണ്ട് ഈ കാണുന്ന. ഇനിയിപ്പോൾ അധികം നാളില്ല ട്രോളിംഗ് നിരോധനത്തിന്. 9-ാം തീയതി എല്ലാ ബോട്ടും കയറണമെന്നാണ് പറഞ്ഞേക്കണത്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് പറ്റാവുന്ന പണിയെല്ലാം എടുത്ത് കയറാനുള്ള പോക്കാണ്ടത്. ഇനിയിപ്പോൾ 2 മാസത്തേക്ക് ബോട്ടുകളൊന്നും കടലിൽ കേരളത്തിൽ നിന്ന് പോകില്ല കേട്ടോ. പച്ചച്ചാള കറി വെച്ച് തിന്നുമ്പോൾ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ തന്നെ ഉണ്ട്. ചാളക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. മത്തി, ചാള പല നാട്ടിലും പല പേരിലാണ്. അതിപ്പോൾ എന്തൊക്കെ മീൻ നമുക്ക് ഫേവറേറ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതിൻ്റെ ഒരു ടേസ്റ്റ് അതൊന്ന് വേറെ തന്നെയുണ്ട്. അത് ഫ്രൈ ചെയ്യുമ്പോഴും കറി വെക്കുമ്പോഴൊക്കെ ഉണ്ടല്ലോ, നല്ല നെയ്ച്ചാളയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചേമ്പിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ ബാക്കിലേക്ക് നമുക്ക് കെട്ടിക്കൊണ്ടുവന്ന വള്ളം കെട്ടഴിച്ചു വിട്ട് നേരെ നമ്മുടെ ഹാർബറിലേക്ക് അടുപ്പിക്കാനായിട്ട് പോകേണ്ട, അഴീക്കോട് ഹാർബറിലേക്ക്. അവിടെ പോയിട്ട് മീൻ വിൽക്കാനായിട്ട് പോകണം. അവിടെ ചെന്ന് മീനെല്ലാം നമ്മൾ നേരെ കരയിലേക്ക് ഇറക്കും. അപ്പോൾ അതേസമയം ഇവിടെ മീൻ കറി റെഡിയാക്കാനുള്ള കാര്യങ്ങളെല്ലാം ചേട്ടനിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒറ്റക്കൊരാൾ വെട്ടിക്കഴിഞ്ഞാൽ തീരില്ല, അതിൻ്റെ പേരിൽ ഒരു 3-4 പേര് കൂടിയിട്ടാണ് മീൻ വെട്ടാനായിട്ട്. വള്ളത്തിൽ സ്റ്റവ് ആണ് ഈ കാണുന്ന. ഇതിൻ്റെ ചുറ്റും ഒരു റൗണ്ടിൽ റിങ് ഓടിച്ചാണ്. എന്താണെന്നറിയോ, നമ്മൾ ഈ പാത്രം വെക്കാൻ നേരത്ത് റഫ് ടൈമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വള്ളം വരണത് നോക്കി ഹാർബറിൽ ലേലം വിളിക്കാനും വാങ്ങാനുള്ളവരെല്ലാവരും ഉണ്ട്. അതേസമയം എന്താ ഇവിടെ നല്ല അടിപൊളി മീൻ കറി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയുണ്ട്. ഈ റെസിപ്പി വേണമെങ്കിൽ കണ്ടുപിടിച്ചോ, വീട്ടിലൊരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കും. മത്തിയൊക്കെ വാങ്ങുമ്പോൾ എങ്ങനെയുണ്ടെന്ന് അറിയാലോ. സാധാരണ നമ്മൾ കുക്ക് ചെയ്യാൻ നേരത്ത് എണ്ണ ഒഴിച്ചിട്ടല്ലേ സവാളയെല്ലാം വഴറ്റിയെടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ വേണമെങ്കിൽ ഈ റെസിപ്പി നോക്കി വെച്ചോളാൻ പറഞ്ഞത്. ഇതാദ്യം സവാളയും പച്ചമുളകെല്ലാം ഇട്ടതിന് ശേഷമാണ് നമ്മൾ എണ്ണ ഒഴിച്ചത്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കും അറിയില്ല. പറയണ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ. അങ്ങനെ വള്ളത്തിലേക്ക് ആളുകളെല്ലാം കയറിയിട്ടുണ്ട്. ഇനി ലേലം വിളിയാണ്ട നടക്കാനായിട്ട് പോണത്. നമുക്ക് പിടിച്ച ഈ കിട്ടിയ മീനിൻ്റെ ലേലം വിളിയാണ് ഈ കാണുന്നത്. ഇതിപ്പം നിലവിൽ ഈ വള്ളത്തിലുള്ള മീനിൻ്റെ ആ ഒരു ലേലം വിളിയാണ്. വള്ളത്തിലെ ലേലം വിളി കഴിഞ്ഞ് അത് ഇത്തിരി നേരത്തെ പരിപാടിയുള്ളൂ. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ കാരിയർ വള്ളത്തിലെ മീൻ വിളിക്കുന്നുണ്ട്, അതും കൂടി കാണിക്കാം നമുക്ക്. ഇനി അത് കഴിഞ്ഞ് ഈ മീനെല്ലാം ഇറക്കുന്നുണ്ട്. അപ്പോൾ അത് ഇവിടെ എണ്ണയിൽ നല്ല തക്കാളിയൊക്കെ ഇട്ട് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം പൊടിക്കൂട്ടുകൾ ചേർക്കുകയാണ്. മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി, പിന്നെ മെയിൻ സാധനം നമ്മുടെ മുളക് പൊടി കേട്ടോ. ഇങ്ങനെ പൊടികളെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത പൊടികളുടെ പച്ചമണം പോകുമ്പോഴേക്കും നമുക്ക് വെള്ളം ഒഴിക്കാം, പുളിവെള്ളം. കൊടംപുളി ഇട്ടാണ്ടാണ് നമ്മൾ ചാളക്കറി വെക്കണത്. ഇനി ഈ മസാലയൊക്കെ ഒന്നായി കഴിയുമ്പോൾ നമുക്ക് കഴുകി വെട്ടി ക്ലീനാക്കി വെച്ചേക്കണം നമ്മുടെ മീൻ കൂടി ഇട്ട് കഴിഞ്ഞാൽ പരിപാടി സെറ്റിട്ടാ. അപ്പോൾ മീൻ വെട്ടി ഇവിടെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിന് മുമ്പേ അവിടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ തന്നെ മീൻ വെട്ടി കഴിയുമ്പോൾ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് നേരെ അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. വള്ളത്തിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസ് ഇടുന്ന പരിപാടിയില്ല കേട്ടോ. കാരണം ഡെയിലി പോയി വന്നതിൻ്റെ പേരിൽ ഐസ് കൊണ്ടുപോകാറുള്ളവർ ഐസ് കൊണ്ടുപോകുന്ന പരിപാടിയേ ഇല്ല. പിടിക്കുക, നേരെ ഓടിക്കരയിലേക്ക് വരാം, വിൽക്കുക. അതാണ് വള്ളത്തിൻ്റെ പ്രത്യേകത. പക്ഷേ അയില, ചാള, പിന്നെ നമ്മുടെ ഈ മാച്ചാൻ അതൊക്കെ വല്ലപ്പോഴേ വരാറുള്ളൂ. മാച്ചാനൊക്കെ പിന്നെ ഈ നമ്മുടെ ഈ ചൂട ഇങ്ങനത്തെ മീനുകളെ കിട്ടുള്ളൂ. വലിയ മീനുകളെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഫിഷിംഗ് ബോട്ടിലേക്ക് ഇട്ടുകൊണ്ട്. പിന്നെ നമ്മുടെ ഇവിടുത്തെ കടൽ പരപ്പങ്കടലായതിൻ്റെ പേരിൽ ഇവിടെ മറ്റേ കല്ലുമുള്ള പണിയൊന്നുമില്ല. ചില സ്ഥലങ്ങളിലൊക്കെ ഈ കല്ലിൻ്റെ മുകളിലുള്ള മീനെ പിടിക്കാനായിട്ട് തട്ടുപണിക്ക് പോകും. ഈ ലൈറ്റ് വെച്ചിട്ടുള്ള പരിപാടിയാണ്. സെയിം മെത്തേഡ് തന്നെ, ഇങ്ങനെ കറക്കി അടിക്കുന്ന പരിപാടി തന്നെയുണ്ട്. ഈ ലൈറ്റിൻ്റെ വെട്ടത്തിൽ മീനുകൾ വന്നിച്ച് ഇങ്ങനെ മുകളിലേക്ക് വന്ന് നിൽക്കും. ആ സമയത്ത് നമ്മിങ്ങനെ വല കറക്കി അടിക്കൂടെ. അപ്പോൾ അത് നല്ല വെട്ടി ക്ലീനാക്കി വെച്ചേക്കണം. മീനുകളെ 2 കൈയിലും നിറച്ചെടുത്തിട്ട് ചേട്ടൻ ആ ഒരു മസാലയിലേക്ക് ഇങ്ങനെ മുക്കി കുതിർത്തിടുന്നുണ്ട് ഈ കാണാൻ. വള്ളത്തിൽ നിന്ന് മീൻ ഇറക്കണേണ്ടി കാണണം. അപ്പോൾ ഈ ഒരു ഇരുമ്പിൻ്റെ ഈ ഒരു സംഭവമുള്ളതിൻ്റെ പേരിൽ പെട്ടെന്ന് ബോക്സിങ്ങനെ വെച്ചിട്ടൊന്ന് തള്ളി വിട്ടാൽ മതി. കറക്റ്റായിട്ട് ഇങ്ങനെ ഒഴുകി ഇങ്ങനെ എത്തിക്കോളും. ഈ ലേലം വിളിച്ച മീനിൻ്റെ ഇതുപോലെ ഓരോ ബോക്സിലേക്ക് ആക്കിയിട്ട് അതിൻ്റെ വെയിറ്റ് അനുസരിച്ച് ഓരോന്നായിട്ട് മാറ്റിയിട്ട് അതിനകത്ത് ഐസ് ഇട്ട് നേരെ വണ്ടിയിലേക്ക് കയറ്റി
എത്തിക്കേണ്ട സ്ഥലത്തേക്ക് എത്തിക്കോട്ടെ. അതാണ്. അപ്പോൾ ഈ ഒരു പരിപാടിയാണ് നമ്മുടെ ഇവിടെ നടന്നുകൊണ്ടിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയാൽ കണ്ട. രാവിലെ തന്നെ കടലിൽ പോയി മീൻ പിടിച്ച് ആ മീനെ കരയിലെത്തിച്ച് അതിന് എക്സ്പോർട്ട് ചെയ്യണ കാഴ്ചകളെല്ലാം എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇതിനെപ്പറ്റി അറിയാത്തവർക്കും ഇപ്പം ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല ചൂട് ചോറും അതുപോലെ നല്ല മത്തിക്കറിയും ഇവിടെ റെഡി ആയിട്ടാ. ഇനി നമുക്ക് കഴിക്കുക. എന്തായാലും വള്ളത്തിൻ്റെ ഓരോ ഭാഗത്തിരുന്ന് ചേട്ടന്മാരെല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഫുഡ്. അങ്ങനെ ശ്രീകൃഷ്ണപ്രസാദം വെള്ളത്തില ചാളവേട്ടയും അതുപോലെ നല്ല അടിപൊളി ചാളക്കറിയെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇതിൽ വെച്ച ആ ചാളക്കറിയുടെ റെസിപ്പി ഒന്ന് വീട്ടിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു റെസിപ്പി കാണുന്നത്. അപ്പോൾ വീണ്ടും ഒരു കിടിലൻ കിടുക്കാച്ചി വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ടാറ്റാ.